നമുക്ക് പതുക്കെയാണ് നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത കൂട്ടർ ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത് ചെയ്ത പ്രോബ്ലം ആ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞല്ലേ? ഈ ക്വസ്റ്റ്യൻ എഴുതി തീർത്തിയല്ലേ ഇന്നലെ? എഴുതാത്തവരുണ്ട് ഇനി ആരെങ്കിലും? ഇല്ലല്ല, ഒന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു പോയിന്റിലെ ചെറിയൊരു ഡിഫറൻസ് വരുന്നുള്ളൂ. അത് മാത്രമേ കാര്യമായിട്ടുള്ളൂ. ഓക്കെ, ഏതായാലും ഇനീഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. ഇൻലെറ്റ് മാക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻലെറ്റ് മാക് നമ്പർ എത്ര കിട്ടിയ? ചെയ്തിട്ടേ ഇല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാം. നമുക്ക് എന്തുണ്ട്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റാസ് എന്തൊക്കെയാ? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, പ്രഷർ, ഇൻലെറ്റ് ടെമ്പറേച്ചർ, പ്രഷർ, വെലോസിറ്റി, ദെൻ ഫ്യൂവൽ ടു എയർ റേഷ്യോ. നമുക്ക് പറയാം ഫ്യൂവൽ ടു എയർ റേഷ്യോ, കലോറിഫിക് വാല്യൂ, ഗാമ, ആർ വരുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇൻലെറ്റ് മാക് നമ്പർ കണ്ടുപിടിക്കാൻ ഇത്രയും പാരാമീറ്റർ, ഈ 3 പാരാമീറ്റർ പറയാം. ഇൻലെറ്റ് മാക് നമ്പർ ഒന്ന് കണ്ടുപിടിച്ച എന്തുണ്ട്? V1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്. ഇൻലെറ്റ് മാക് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നോക്കി എത്രയാ വരുക? എന്താ ഇക്വേഷൻ വരിക? മാക് നമ്പറിന്റെ ഇക്വേഷൻ .17. എല്ലാരും കിട്ടുന്നുണ്ടോ? എല്ലാരും ചെയ്യുന്നുണ്ടോ? ഒരാൾ മാത്രമായിട്ട് ചെയ്യാൻ നിൽക്കുക. സോ ഇൻലെറ്റ് മാക് നമ്പർ എത്ര കിട്ടും? അപ്രോക്സിമേറ്റ് 0.173 കിട്ടി. ഇനി ഈ മാക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഉത്സരം ചെയ്യുന്ന പോലെ തന്നെ ഇൻലെറ്റ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക. ഇൻലെറ്റ് പ്രോപ്പർട്ടീസിൽ T1 ഉം P1 ഉം തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? കറസ്പോണ്ടിങ് ആയിട്ട് വെച്ചിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും ഐസെൻട്രോപിക് ടേബിൾ എടുക്കുക, 0.173 നോക്കുക, P1/P01 വാല്യൂ നോക്കുക. ഗാമ ഈക്വൽ ടു 1.4. .17 വാല്യൂ എടുത്തോ. 0.173 നോക്കണ്ട, 0.17 വാല്യൂ നോക്കോ. P1/P01 നോക്കുക, T1/T01 നോക്കുക. കണ്ടുപിടിക്കുക P01 T01 കണ്ടുപിടിക്കുക. തേജസ് ഉണ്ടോ ക്ലാസ്സിൽ? തേജസ്, ഹലോ. 29 ആളാ, ഭയങ്കര കുറവാണല്ലോ. രണ്ടെണ്ണം ഞാൻ 25 ആളേ ഉള്ളൂ. ബാക്കി ആരും കിട്ടുന്നില്ല. 25 ആളേ ഉള്ളൂ ക്ലാസ്സിലാകാം. എല്ലാരും ജിയോന്റെ ആൾക്കാരാ? രാഹുൽ ഉണ്ടോ ക്ലാസ്? രാഹുൽ ചെയ്യുന്നുണ്ടോ? രാഹുല 301 ഏതാ 301? T01 301 യൂണിറ്റ് Kelvin. 0.7 K. Then P01 ന്റെ യൂണിറ്റ്
kilopascal. kilopascal. So എന്ത് കിട്ടി നമുക്ക്? T01 ഇൻഡെറ്റ് പ്രോപ്പർട്ടീസ് കിട്ടി. T01 കിട്ടി, P01 കിട്ടി. റൈറ്റ്? ഇനി തന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ട് നോക്കുക. എന്താ? കലോറിഫിക് വാല്യൂ 42 മെഗാ ജൂളിനാണ് ഇരുന്നത് അല്ലെ? കലോറിഫിക് വാല്യൂ എന്താ? 1 കിലോഗ്രാം ഓഫ് ഫ്യൂവല് ബേൺ ചെയ്ത റിലീസ് ചെയ്യുന്ന ഹീറ്റ് ആണ്. അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹീറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് അഡീഷൻ പ്രോസസ്സിലേക്ക് നടക്കുന്നത്. സോ അതുപോലെ എന്തുണ്ട്? എയർ ഫ്യൂവൽ റേഷ്യോ എന്നുണ്ട് 29. ദാറ്റ് മീൻസ് 29 കിലോഗ്രാം ഓഫ് എയറും 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലും. സോ ടോട്ടൽ എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറയുമ്പോൾ 30 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എയർ മിക്സ്ചർ ഉണ്ടാവും. റൈറ്റ്? ഈ 30 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എയർ മിക്സ്ചറിനാണ് എന്ത് വരിക? 42 മെഗാ ജൂൾ വരുന്നത്. ഓക്കെ, കാരണം 1 കിലോഗ്രാം ഫ്യൂവൽ അല്ലേ ഇതിനകത്തുള്ളത്. സോ ടോട്ടൽ എയർ ഫ്യൂവൽ മിക്സ്ചറിൽ വരുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 42 മെഗാ ജൂൾ ആണ്. 30 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എയർ മിക്സ്ചർ. പക്ഷെ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് എടുക്കുമ്പോൾ പെർ കിലോഗ്രാം ആണ് എടുക്കുക. സോ ഹീറ്റ് ആഡഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എയർ മിക്സ്ചർ എന്ന് പറയുന്നത് 42 ഡിവൈഡ് ബൈ 30 ആണ്. ഓക്കെ, ഹീറ്റ് ആഡഡ് per kilogram of fuel air mixture. It will be 42 divided by 30. That means 1.4 megajoule per kilogram or 1400 kilojoule per kilogram. Okay. Air fuel ratio is 29. So that means 29 kilogram of air, 1 kilogram of fuel. 29 is to 1. So total approximately ratio is 30 kilogram of fuel air mixture. ഈ 30 കിലോഗ്രാമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ആണ് എന്ത്? 42 മെഗാ ജൂൾ എന്നത്. നമ്മൾ എടുക്കുന്നതൊക്കെ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഹീറ്റ് ഇക്വേഷൻ ക്യൂ എടുക്കുന്നതൊക്കെ പെർ യൂണിറ്റിലേക്കില്ല, പെർ യൂണിറ്റ് മാസിലേക്കുള്ളതാണ്. ഓക്കെ, സോ ഹീറ്റ് ആഡഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ അല്ല, ഫ്യൂവൽ എയർ മിക്സ്ചറിലേക്കുള്ളത്. ഓക്കെ, ഹീറ്റ് ആഡഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എയർ മിക്സ്ചറിലേക്കുള്ളത് 42 ഡിവൈഡ് ബൈ 30 വരും. ദാറ്റ് മീൻസ് 1400 കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ബാക്കിയൊക്കെ മുന്നേ ചെയ്ത അതേ മെത്തേഡാണ്. നമുക്ക് ക്യൂ കിട്ടി, കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ക്യൂ കിട്ടി ചെയ്തില്ല. ക്യൂ കിട്ടി, T01 ഉണ്ട് അല്ലെ? നമുക്ക് എന്താ പഠിക്കാം? ക്യൂവിന്റെ ഇക്വേഷൻ എന്താ? Tp ഇൻറ്റു T02 മൈനസ് T01 ആണ്. സോ അതിനകത്ത് T02 കണ്ടുപിടിച്ചൂടെ? Q ഈക്വൽ ടു Cp ഇൻറ്റു T02 മൈനസ് T01 അല്ല ഇക്വേഷൻ. എന്ത് കണ്ടുപിടിക്കാം? T02 കണ്ടുപിടിക്കാം. Cp ന്റെ വാല്യൂ എയർ ആണ്, സെയിം ആണ്, 1.005 തന്നെ എടുക്കാം. T02 ന്റെ വാല്യൂ കണ്ടുപിടിച്ച് വന്നു. ക്യൂ തന്നിട്ടുണ്ട് 1400 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഈ ഒരു മൊഡ്യൂളിലും കൂടി പ്രോബ്ലം എല്ലാം തീരും. മിക്കവാറും അടുത്ത മൊഡ്യൂളിൽ അങ്ങനെ കാര്യമായിട്ട് പ്രോബ്ലംസ് കുറവാണ്. ഓൾമോസ്റ്റ് തിയറി ടോപ്പിക്കാണ്. 1694.74. 1694.74. ഓക്കെ ഓക്കെ. T02 is equal to 1694.8 Kelvin വരും. ഓക്കെ, വൈഷ്ണവി ചെയ്യാൻ അറിയായിട്ടല്ലേ ചെയ്യാതെ വന്നത്? ആദ്യമെല്ലാം കുറെ മൂടെല്ലാം പോയി, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും എടുക്കണം? എക്സിറ്റിലെ പ്രോപ്പർട്ടി T02 കിട്ടി, T01 കിട്ടി. അത് വെച്ചിട്ട് എന്താണ് എടുക്കണം? എക്സിറ്റിലെ മാക് നമ്പർ കണ്ടുപിടിക്കണം നമ്മൾ. M2 വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ? T02 ബൈ T01 റേഷ്യോ വെച്ചിട്ട്, T02 ബൈ T01 റേഷ്യോ വെച്ചിട്ട് മാക് നമ്പർ കണ്ടുപിടിക്കുക. T02 കഴിഞ്ഞ റോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. T02 ബൈ T01 എടുക്കുക, അതിനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക റേഷ്യോനെ. അതായത് റെയിലി ഫ്ലോ ടേബിൾ ഉള്ള പോലെ T02 ബൈ T0 സ്റ്റാർ ഡിവൈഡ് ബൈ T01 ബൈ T0 സ്റ്റാർ. T01 ബൈ T0 സ്റ്റാർ എന്ന് പറയുന്നത് 0.173 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. T02 ബൈ T0 സ്റ്റാറിന്റെ വാല്യൂ കിട്ടി, അതിൽ നിന്ന് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് മാക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന് ഇത്രയും മാക് നമ്പർ വരുന്നത് നോക്കിയാൽ
കാർത്തിക് ഉണ്ടോ ക്ലാസ്സിൽ? കാർത്തിക് നമ്പ്യാർ. കാർത്തിക് ഇല്ല. ഒരുപാട് അമൽ കെ പി. അമൽ കെ പി ഉണ്ടോ? ആ ഉണ്ട്. ചെയ്യുന്നുണ്ടോ അമലെ? ആ ചെയ്യുന്നുണ്ട് സാർ. T02/T0 വാല്യൂ കിട്ടിയാ? റേഷ്യോ കിട്ടിയാ? ഇന്റർപോളേറ്റ് വേണം. 16 180. 16 180 അല്ലേ? ഇന്റർപോളേറ്റ് ചെയ്ത് നോക്കിയേ. വൈഷ്ണവ് പി കെ എന്താ സ്ക്രീന് കാണുന്നുണ്ടോ? സൗണ്ട് കേൾക്കാത്തോണ്ടാ? എന്താണ് ഇത്ര ഇഷ്യൂ മൊത്തത്തിലാണല്ലോ. .724. 0.724 വരും അല്ലേ? അപ്പൊ M2 വാല്യൂ എത്ര വരുന്നുണ്ട്? M2 വാല്യൂ 0.52 or 53 ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 0.525 ഓളം വരും. ഓക്കെ, 0.525 വരും. എല്ലാരും കിട്ടുന്നുണ്ടോ ഈ വാല്യൂസ്? സച്ചിൻ തുഷാർ. സച്ചിൻ ഉണ്ടോ ക്ലാസ്സിൽ? പിന്നെ ഇവിടെ ആർക്കും ഓഡിയോ ഇല്ലേ? ഹലോ, എന്താണ് പ്രശ്നം? മകളെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാർ പറയാക്കൊന്നും കേൾക്കുന്നില്ല. പ്രശ്നമുണ്ട്. കേൾക്കാത്തോട്ട് സ്ക്രീന് നോക്കിയിട്ട് പ്രോബ്ലം നോക്കി എഴുതി വെക്കാനെങ്കിലും പറ. ഓഡിയോ വെക്കാത്ത പ്രശ്നം മാത്രം, സ്ക്രീനും കാണുന്നുണ്ടോ? സാറേ ഒന്നും കേൾക്കുന്നൊന്നുമില്ല. സാറെന്തോ പറയുന്നത് മാത്രം കാണിക്കുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ല. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളി. ചിലർക്ക് മെസ്സേജ് അയച്ചിട്ട് ഫെയിൽ ടു സെൻഡ് എന്നെല്ലാം കാണിക്കുന്നു. എന്താ പറഞ്ഞേ? മെസ്സേജ് അയച്ചിട്ട്
ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുമ്പോൾ ഫെയിൽ ടു സെൻഡ് എന്ന് കാണിക്കുന്നു. ഓൺലൈനിൽ ഉണ്ടാവില്ലായിരിക്കും. ഫീൽഡ് ടു സെൻഡ് വരുമ്പോൾ ഓൺലൈനിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇല്ല, അവരയക്കുമ്പോൾ പോകുന്നില്ല. അങ്ങനെ അപ്പൊ അവരെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. സിവിയർലിക്ക് ഇഷ്യൂ ഉണ്ടാവുന്ന നോക്കാം. അപ്പൊ മാക്സിമം റേഷ്യോ 0.729 വരും അപ്രോക്സിമേറ്റ്ലി. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ എടുത്ത M2 വാല്യൂ ഈസ് ഈക്വൽ ടു 0.525 വരും. ഓക്കെ, ദെൻ ഈ 0.525 വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? T2 വാല്യൂ കണ്ടുപിടിക്കുക. T2/T1 റേഷ്യോ എടുത്തിട്ട് അതുപോലെ P2/P1 എടുത്ത P2 വാല്യൂയും കിട്ടും. സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താ? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് കണ്ടുപിടിക്കാനല്ലേ എക്സിറ്റ് കണ്ടീഷനിലെ പ്രഷറും ടെമ്പറേച്ചറും കണ്ടുപിടിക്കാൻ. സ്റ്റാറ്റിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ T2/T1 എടുക്കുക. T2/T1 P2/P1 ആ റേഷ്യോ നോക്കിയിട്ട് T2/T1 കണ്ടുപിടിക്കുക. ഒന്ന് ഇന്റർപോളേറ്റ് ചെയ്തിട്ട് ആ റേഷ്യോസ് ഒന്ന് നോക്കിയാൽ T2/T1 P2/P1. ഫസ്റ്റ് അപ്പ് ചെയ്യുക. T2/T1 എടുക്കുക. T2 റേഷ്യോ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. T2/T സ്റ്റാർ ഡിവൈഡ് ബൈ T1/T സ്റ്റാർ എടുക്കുക. T2/T സ്റ്റാർ എന്ന് പറയുന്നത് M2 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കുക. T1/T സ്റ്റാർ എന്ന് പറയുന്നത് M1 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എടുക്കുക. ഓക്കെ, ഇന്റർപോളേഷൻ ചെയ്യാൻ എങ്ങനെ? ഇന്റർപോളേഷൻ ചെയ്യാനുള്ളത് ഇതിന്റെ അകത്ത്. ഓക്കെ ഇന്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. 0.171618 ആയിരിക്കും ഉണ്ടാവുക. 525 ഉണ്ടാവളി. ചാർജ് ഇപ്പൊ കൊറേ ഇന്റർപോളേറ്റ് ചെയ്യണ്ടേ? ഒരു ഗസ് ചെയ്ത് വാല്യൂ ഇട്ടാ മാർക്ക് കിട്ടുക. വാല്യൂ ടൈമുള്ള പോലെ ചെയ്യും നോക്കിയിട്ട്. ഇപ്പൊ 525 അല്ലേ പറയുന്നത്? 524 5 53 54 അല്ലേ ഉള്ളത് അല്ലേ? 0.52 0.525 അല്ലേ വാല്യൂ? 5254 അല്ലേ ഉള്ളത്? പിന്നെ 53 ആണെങ്കിൽ ഓൾമോസ്റ്റ് ആയിരുന്നു. 525 എങ്ങനെ ഇടുക നിങ്ങൾ? അപ്രോക്സിമേറ്റ് റേഞ്ച് ഇന്റർപോളേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതേണ്ടി വരും അത്. ചെയ്തു നോക്കാം. സമയം കിട്ടും എന്തായാലും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സമയം ഉണ്ടാവും. രണ്ടിന്റെ ഇന്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. 17 0.525 അന്നേരം 5.318 ടെമ്പറേച്ചറിന്റെ റേഷ്യോ 5.318. M2 വാല്യൂ എത്ര കിട്ടി എനിക്ക്? T2/T സ്റ്റാർ എത്ര കിട്ടിയ? 0.154. ഇന്റർപോളേറ്റ് ഉള്ള കാര്യല്ലേ? ഇന്റർപോളേറ്റ് ഇന്റർപോളേറ്റ് ചെയ്തിട്ട് M1 എത്ര കിട്ടിയ പോയിന്റ്? അതായത് ഫസ്റ്റ് T1/T സ്റ്റാറിന്റെ വാല്യൂ എത്ര കിട്ടിയ? അത് 0.154. T2/T സ്റ്റാർ 0.819. 819 ആ.
Okay, approximately 5.3 or 5.24, അല്ലേ? ആ 1318. Okay. And T2? T2 value. .754. T2 value. അല്ല T2 വാല്യൂ ഇൻറ്റു മറ്റേ മൾട്ടിപ്ലൈ. .1595.4. 1595 approximately, okay. And P2? .41.47. 41. 41.47. Yeah, approximately T2 will get 1574.75. P2 ആയ 41 കിട്ടും. അതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെലോസിറ്റി കണ്ടുപിടിക്കാണ്. സോ M2 വാല്യൂ നമുക്കറിയാം, വെലോസിറ്റി കണ്ടുപിടിക്കാൻ. M2 വാല്യൂ നമുക്കറിയാം, T2 കിട്ടി കഴിഞ്ഞിവിടെ ഇപ്പോൾ അല്ലെ? T2 കിട്ടിയ M2 ഇൻറ്റു ഗാമ ആർ T2 എടുത്താൽ എന്ത് കിട്ടും? V2 വാല്യൂ കിട്ടും. വെലോസിറ്റി അറ്റ് ദ എക്സിറ്റ് സെക്ഷൻ. ഓക്കെ, വെലോസിറ്റി അറ്റ് ദ എക്സിറ്റ് സെക്ഷൻ കിട്ടും. ഇനി സ്റ്റാഗ്നേഷൻ പ്രഷർ വാല്യൂ കണ്ടുപിടിക്കുക ഇതേ മെത്തേഡിൽ. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിച്ചാൽ എന്തേലും P02 ബൈ P01 വെച്ചിട്ട് P02ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, P02ന്റെ വാല്യൂ നമുക്ക് കിട്ടി, P01 ആദ്യമേ കിട്ടി. ഇനി പെർസെന്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇക്വേഷൻ? പെർസെന്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. P02ന്റെ വാല്യൂ എടുക്കുക, ഈ വാല്യൂ. P01 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, അത് വെച്ചിട്ട് പെർസെന്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ഒന്ന് കണ്ടുപിടിച്ചേ. പെർസെന്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്താ ഇക്വേഷൻ വരിക? പെർസെന്റേജ് ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷറിന്റെ ഇൻറ്റു 100 ചെയ്താൽ ഏഹ് ഡിവൈഡ് ചെയ്ത് 100. അത് മൈനസ് അതിന്റെ ആ ഡിഫറൻസ് ബൈ ടോട്ടൽ 200. ഡിഫറൻസ് ബൈ ഏതാ എടുക്കുക? P01 P02 വലിയ P01. എത്രയാന്ന് കണ്ടുപിടിച്ച? P01 minus P02 by P01. Percentage loss in stagnation pressure. Percentage loss in stagnation pressure.
16.84. പെർസെൻറ്റേജോ? ഓക്കെ. T0 1 എടുത്തേ 41 വരില്ല. T0 1 എടുത്തേ T0 1 എടുത്ത് മാറിപ്പോയി. നോക്കി എന്നിട്ട് T0 1 9.32. പോയിന്റാ. T0 1 എടുത്ത നീ T0 1 55. അപ്രോക്സിമേറ്റ് അറിയില്ല. അടുത്തൊരു വാല്യൂ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്രോക്സിമേറ്റ് അറേഞ്ച് മെത്തേഡ് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് കാൽക്കുലേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മാക്സിമം അറ്റൈനബിൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആണ്. അതായത് മാക്സിമം അറ്റൈനബിൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. റെയിലി ഫ്ലോന്റെ കേസിലെ മാക്സിമം അറ്റൈനബിൾ പോയിന്റ് എന്താ? ചോക്കിംഗ് കണ്ടീഷൻ ആണ് അല്ലേ? T0 1 എന്ന് പറയുന്നത് ആദ്യം തന്നതല്ല, തന്ന കാര്യമല്ല. തന്ന വാല്യൂ വേരിയേഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, അല്ലല്ല, ശരി ശരി. സോ അടുത്ത ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മാക്സിമം അറ്റൈനബിൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ്. മാക്സിമം അറ്റൈനബിൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ നമ്മുടെ ഗിവൺ ഇൻലെറ്റ് ഈ M2 ഇപ്പൊ നമ്മൾ പറയുന്ന M2 കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ആ ഒരു ഗിവൺ പ്രോസസ്സിന്റെ ഒരു എക്സിറ്റ് കണ്ടീഷൻ ആണ് അല്ലെ? ഒരു ഇൻലെറ്റ് കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് കണ്ടീഷൻ കണ്ടുപിടിച്ചാൽ നമ്മള്. പക്ഷെ ഒരു മാക്സിമം പോസിബിൾ കണ്ടീഷൻ എടുത്തും വരെ പോകും. ചോക്ഡ് കണ്ടീഷൻ ആണ് റിലീഫ് ഫ്ലോന്റെ മാക്സിമം പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ? അന്ന് ഇൻലെറ്റ് മാക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സിറ്റ് കണ്ടീഷൻ ഉണ്ടാവും. അതിന്റെ മാക്സിമം പോസിബിൾ എന്ന് പറയുന്നത് ചോക്ഡ് കണ്ടീഷൻ ആണ്. അപ്പൊ മാക്സിമം അറ്റൈനബിൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ചോക്ഡ് കണ്ടീഷനിലെ T0 വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്താ? T0 സ്റ്റാർ ആണ്. T0 സ്റ്റാർ. അപ്പൊ എന്ത് ചെയ്യാ? M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയോ ഫ്ലോ ടേബിൾ എടുക്കുക. 0.173 കറസ്പോണ്ടിങ് ആയിട്ട് T0 1 ബൈ T0 സ്റ്റാറിന്റെ വാല്യൂ നോക്കുക. ഓൾറെഡി എടുത്ത വാല്യൂ ആയിരിക്കും T0 1 ബൈ T0 സ്റ്റാർ. നേരത്തെ നമ്മൾ മാക് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആ വാല്യൂ, ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ വാല്യൂ വെച്ചിട്ട് എന്താ കണ്ടുപിടിക്കുക? T0 സ്റ്റാറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് നമ്മൾ എവിടെയും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ T0 സ്റ്റാർ ആണ് എന്ത്? 0.129 ആണ് എന്ത് വരിക? T0 1 ബൈ T0 സ്റ്റാർ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാണ് നേരത്തെ. അത് വെച്ചിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? T0 1 ഗിവൺ ഇൻലെറ്റ് കണ്ടീഷൻ ആണ്. ആ ഗിവൺ ഇൻലെറ്റ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം അറ്റൈനബിൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചോക്ഡ് കണ്ടീഷനിലാണ്. അതായത് T0 സ്റ്റാർ, അതാണ് T0 മാക്സ് എന്ന് പറയുന്നത്. സോ ആ വാല്യൂ കണ്ടുപിടിച്ച T0 മാക്സിന്റെ വാല്യൂ $2394.382. 38.86. ആണ് എന്തൊരു മാക്സിമം അറ്റൈനബിൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ആ ഒരു ചെറിയ ഡീവിയേഷൻ വരുത്തുന്നേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ. ചെയ്ത മെത്തേഡൊക്കെ സെയിം ആണ്, എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്ത മെത്തേഡ് സെയിം ആണ്. ചെറിയ ഇതുപോലത്തെ എന്തെങ്കിലും വേർഡ്സ് ഉണ്ടാവും, അതൊരു ഇത് ട്വിസ്റ്റ് ആക്കി കൊടുക്കുന്ന പോലത്തെ. അങ്ങനത്തെ ഒന്ന് നോക്കി വെക്കണതേ ഉള്ളൂ. ബാക്കി ഈ മോഡ്യൂളിലെ പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം എല്ലാം എളുപ്പമാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ് ഈ മോഡ്യൂളിൽ വരുന്നതൊക്കെ. ഡയറക്റ്റ്ലി ചോദിക്കുന്നതാണ്, എല്ലാം ഒരുവിധം എല്ലാം ഒരേ മെത്തേഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് അവിടെ എഴുതി വെച്ചേക്കൊന്ന്, പിന്നെ സോൾവ് ചെയ്താൽ മതിയാണ്. എഴുതി അവിടെ ഫില്ല് ചെയ്ത് വെച്ചേക്കും.
എപ്പോഴും കാര്യങ്ങൾ സോൾവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അറ്റൻഡൻസ് പറഞ്ഞു. അഭിരാം, Present, sir. അബിൻ, ആദർശ്, Present, sir. അക്ഷയ്, അക്ഷയ്. ഓക്കെ. ആൽബിൻ, ആൽബിൻ, അമൽ കെ പി, Present, sir. അമൽ കെ സന്തോഷ്, അമൽ എം, അനന്തു, അനുരാഗ്, അനുരാഗ്, ആശ്രയ്, അശ്വിൻ, ഭഗത്, ദിജിൻ, ഫസിയുദ്ദീൻ, പ്രസന്റ് സാർ. ജിജോ, ജിതിൻ, കാർത്തികേയൻ, മൃദുൽ, രാഹുൽ, സാർ. സൂരജ്, സൗരവ്, Present. ശ്രീരാഗ്, വൈശാഖ്, വൈഷ്ണവ് സി കെ, Present, sir. വൈഷ്ണവ് പി കെ, വസീം, ദിനിൽ, വസീമിന്റെ ഓക്കെ. ദിനിൽ, Present, sir. ജിഷ്ണു, ജിഷ്ണു മോഹൻ, പ്രസന്റ് സാർ. നിഖിൽ, നിഖിൽ, Sir, നിഖിലിന് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ 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 മനസ്സിലായി. രോഷിത്, ഓക്കെ. നോക്കാതെ ലാസ്റ്റ് നോക്കാറില്ല. വിഷ്ണു എ പി, തേജസ്, ആകാശ്, Present, sir. അഭിനവ്, ഗോകുൽ, പ്രസന്റ് സാർ. സച്ചിൻ. Sir. ഓക്കെ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എഴുതിയാ? എഴുതി വെച്ചിനാ ക്വസ്റ്റ്യൻ? ആ സാർ എഴുതി. സ്ക്രീൻഷോട്ട് എടുത്തു. ചാറ്റ് ബോക്സിൽ ഇട്ട കൂട്ടരൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ.
ഓക്കേടാ, ശരി. ബാക്കി നെറ്റ് കട്ടായി മെൻഷൻ ചെയ്ത് വിട്രൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട്.